ഓക്കെ, ആ വീഡിയോയിൽ കൂടെ അഭിനയിച്ചിരിക്കുന്നത് ദീപ്തി കല്യാണിയാണ്. ദീപ്തി കല്യാണിയെ ചൂസ് ചെയ്യാനുള്ള കാര്യം? ദീപ്തി ചേച്ചിനെ ചൂസ് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലത്തെ ആൾക്കാരെയൊക്കെ കൂടെ പിടിച്ചു നിർത്തണമെന്ന് പറയണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ ബാംഗ്ലൂരൊക്കെ കർണാടക ആ ഏരിയയിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ദൈവത്തെ പോലെ കാണുന്നതാണ്. നമ്മുടെ കേരളത്തിൽ ഇവരെ പലരും പുച്ഛിക്കുന്നത് ഞാൻ കാണാറുണ്ട്. അപ്പോൾ ഞാൻ അവിടെയൊക്കെ പോയി എന്ന് വെച്ചാൽ ചാൻസിന് വേണ്ടിയിട്ട്, സിനിമയുടെ ചാൻസിന് വേണ്ടിയിട്ട് ബാംഗ്ലൂർ അവിടെ ഇവിടെയൊക്കെ ഓഡീഷനും മറ്റേ ഇതൊക്കെ ഉണ്ടാവുമല്ലോ, ഓഡീഷൻ പൂജ അങ്ങനത്തെ ഓരോ പരിപാടിക്കൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ ഇവരെ ശ്രദ്ധിക്കാറുണ്ട്. കാര്യം ഇവരാ കർണാടകയിലും അവിടെയൊക്കെ ഭയങ്കര ദൈവത്തെ പോലെയാണ് കാണുന്നത്. നമ്മുടെ ഈ കേരളത്തിൽ മാത്രമുള്ള ഇവരെ വളരെ എന്താ പറയുക ഒരു മോശം രീതിയിൽ ചിത്രീകരിക്കണേ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റാവുന്ന പോലെ നമുക്ക് ഇത്രേ ചെയ്യാൻ പറ്റുള്ളൂ. ദീപ്തി ചേച്ചിനെ ചൂസ് ചെയ്ത് അതുകൊണ്ട് മാത്രമാണ്. നമ്മളുടെ ഒരു രീതിയിൽ കൂടെ ഒന്ന് ഇതായിക്കോട്ടെ, ആൾക്കാർക്ക് ഇൻഫോർമേറ്റീവ് ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ ഓക്കെ. ഈ അലൻ ജോസ് പെരേര ആൻഡ് ആറാട്ടണ്ണൻ, ആ ഒരു കോംബോ, അതായത് അതിൻ്റെ കൂടെ എങ്ങനെ എത്തിപ്പെട്ടു? അതിൻ്റെ കൂടെ എത്തിപ്പെട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വർഷങ്ങളായിട്ട് സിനിമയിലുണ്ട്. അപ്പോൾ അവസാനമായിട്ട് എനിക്ക് ഡയലോഗുള്ളൊരു വേഷം കിട്ടിയത് തയ്യൽ മെഷീൻ എന്ന് പറഞ്ഞൊരു പടത്തിലാണ്. അപ്പോൾ ആ പടം പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വനിതാ തിയേറ്ററിൽ പോയപ്പോഴാണ് ഇവരായിട്ട് സെറ്റായത്.